പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു ഓണം സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യാൻ പോയിക്കായിരുന്നു, ഒരു ഓണം സെലിബ്രേഷൻ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലമാണ് റോക്ക്ലാൻഡ്. ഓട്ടോയിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ്സിൻ്റെ ട്രാവൽ. അവിടുത്തെ മലയാളി ഫാമിലീസ് എല്ലാവരും കൂടിയിട്ട് കണ്ടക്ട് ചെയ്ത ഒരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. സോ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ ആണ്. അപ്പോൾ റിട്ടേൺ പോകുമ്പോഴാണ് ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. ഇത് ഓണം സെലിബ്രേഷൻ 2026 പാർട്ട് 1 വീഡിയോ ആയിരിക്കും. കാരണം ഇപ്രാവശ്യം ഓണം സെലിബ്രേഷൻ 2 സെലിബ്രേഷൻ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, 2 ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം റോക്ക്ലാൻഡിലെ ഓണം സെലിബ്രേഷൻ, ഒരെണ്ണം മലയാളി അസോസിയേഷൻ ഓഫ് ഓട്ടോയുടെ ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഇപ്രാവശ്യം 2 ഓണം സെലിബ്രേഷൻ ഉണ്ട്. റോക്ക്ലാൻഡിന്റെ August 15 മലയാളി അസോസിയേഷന്റെ August 22 അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് റോക്ക്ലാൻഡ് ഓണ വിശേഷങ്ങളിലേക്ക്, അല്ലെങ്കിൽ റോക്ക്ലാൻഡ് മലയാളികൾ എല്ലാവരും കൂടെ സംഘടിപ്പിച്ച ഒരു കൊച്ചു വലിയ ഓണ സെലിബ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്ടോയിൽ നിന്ന് ഒരു 40 മിനിറ്റ്സ് ട്രാവൽ ചെയ്ത് നമുക്ക് റോക്ക്ലാൻഡ് എത്താം. റോക്ക്ലാൻഡ് എന്ന് പറഞ്ഞാൽ സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പോകുന്ന വഴിയിൽ ഹോഴ്സ് റൈഡിങ് പരിശീലിപ്പിക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. മോർണിംഗ് ഒരു 9:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. റോക്ക്ലാൻഡിലുള്ള ക്ലിയറൻസ് ക്രീക്ക് അരീനയിലായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഓണപരിപാടി. ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് ഈ ബോർഡ് പിടിച്ച് നിൽക്കുന്ന ഈ ആളാണ് ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ. കാരണം അഞ്ജലിയേച്ചിയാണ് റോക്ക്ലാൻഡിലുള്ള എല്ലാ മലയാളീസിനെയും കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഒരു ഹാള് ബുക്ക് ചെയ്ത് ഇങ്ങനൊരു ഓണപ്പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏകദേശം 15 ഫാമിലിയോളം ഇന്നത്തെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അവർക്കായിട്ട് ഒരു 300 കപ്പാസിറ്റിയുള്ള ഒരു ഹാളാണ് ബുക്ക് ചെയ്തത്. 10 to 4 ആയിരുന്നു ഈ ഹാളിൻ്റെ അവൈലബിലിറ്റി. 11 തൊട്ടിട്ടായിരുന്നു നമ്മൾ പരിപാടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനു മുൻപ് ഹാളിൽ ചെറിയ ചെറിയ ഡെക്കറേഷൻസും സീറ്റ് അറേഞ്ച്മെൻറ്റ്സും സ്റ്റേജ് ഡെക്കറേഷൻസും എല്ലാം ഞങ്ങൾ തീർത്തു. ഓണം തീമിലുള്ള ഫോട്ടോ ബൂത്തിന് വേണ്ടിയിട്ട് ഈ വഞ്ചിയും കൊടകളൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ടീമിലുള്ള ബ്ലെസ്സി ചേച്ചിയാണ്. ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ പൂക്കളം ഇടാനാണ് നെക്സ്റ്റ് പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടി വീടുകളിൽ തന്നെ ഉണ്ടായ പൂക്കളാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഒരു ചാർട്ട് പേപ്പറിൽ ആദ്യം പൂക്കളത്തിൻ്റെ ഡിസൈൻസ് വീട്ടിൽ നിന്ന് വരച്ച് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പൂക്കളിട്ടത്. ഫോട്ടോ ബൂത്തിനുള്ള പൂക്കളവും ബാക്ക്ഗ്രൗണ്ടും റെഡി ആയിട്ടുണ്ട്. ഒരു 11:30 ആയപ്പോഴേക്കും ഞങ്ങളുടെ കംപ്ലീറ്റ് ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഫാമിലീസൊക്കെ എത്തി തുടങ്ങുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ഫോട്ടോ ബൂത്തിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അഞ്ജലിയേച്ചും താനിയേച്ചുമായിരുന്നു ഇന്നത്തെ പരിപാടിയുടെ MCs. അവർ നമ്മുടെ ആൾക്കാരൊക്കെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തു. ദെൻ അവർ പാട്ടൊക്കെ പാടി. എന്നിട്ട് ഇന്നത്തെ ഓണപ്പരിപാടി ഒഫീഷ്യലി അവർ സ്റ്റാർട്ട് ചെയ്തതായിട്ട് അറിയിച്ചു. ഈ പരിപാടി ഇഷ്ടപ്പെടുന്ന കാരണം നമ്മളിവിടെ ഫോട്ടോ ബൂത്തും ഹെന്നയും ഫേസ് പെയിന്റും പിന്നെ കുറച്ച് ഡാൻസും കുറച്ച് പാട്ടും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വെറും കാഴ്ചക്കാർ മാത്രമായിരിക്കാതെ കൈയടിക്കേണ്ട സമയത്ത് കൈയടിക്കുകയും പാട്ട് പാടേണ്ട സമയത്ത് പാട്ട് പാടുകയും നൃത്തം ചെയ്യേണ്ട സമയത്ത് നൃത്തം ചെയ്യുകയും വേണം. കൂവണ്ടി വന്നാൽ കൂവും വേണം. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? സ്റ്റേജിൽ ഇൻട്രൊഡക്ഷൻ സ്പീച്ച് നടക്കുമ്പോഴും സൈഡിൽ ഫോട്ടോ ബൂത്തിൽ ഫാമിലീസ് എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ആൻ്റണി ചേട്ടനാണ് എല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തത്. സദസ്സിലെ മുതിർന്ന അംഗങ്ങളും പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഓൾ ഇൻ ഓൾ ആയ അഞ്ജലിയേച്ചിയും ഒന്നിച്ച് ദീപം തെളിയിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. ബോബനങ്ങളുടെ വക ഒരു അടിപൊളി ഇൻഫോർമേറ്റീവ് ഇൻട്രൊഡക്ഷൻ സ്പീച്ചും കൂടി ഉണ്ടായിരുന്നു. വെറൈറ്റി ഗെയിംസും അടിപൊളി പെർഫോമൻസസും ഉണ്ടായിരുന്ന ഒരു സൂപ്പർ പാക്കേജ് ആയിരുന്നു ഈ ഓണാഘോഷം. ഈ പിച്ച് വെച്ച് നടന്നു പോകുന്നത് ഉദയപ്രസാദാണ്. ഉദയപ്രസാദ് ഈ ഗെയിം അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. ആൾക്കായിരുന്നു ഗെയിമിൻ്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ആൾക്ക് ശേഷം വിപിൻ ചേട്ടനും കൂടിയും ഈ ഗെയിം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ആ കളിക്കുന്നത് ഞാനാണ്. എൻ്റെ ഡാൻസും ഉണ്ടായിരുന്നു. എൻ്റെ അഞ്ജലിച്ചിട്ട് വക ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. താനി ചേച്ചിയുടെ ഹസ്ബൻഡ് ജോഷേട്ടൻ്റെ വകയായിരുന്നു ഈ മ്യൂസിക്കൽ ഗെയിം. അതായത് പാട്ടിൻ്റെ ഒരു പോർഷൻ പ്ലേ ചെയ്തിട്ട് ഇത് ഏത് പാട്ടാണെന്ന് കണ്ടുപിടിക്കണം. ആഘോഷങ്ങളുടെ മെയിനാണല്ലോ സദ്യ. അപ്പോൾ പുറത്തുനിന്നും കാറ്ററിങ്ങിന് ഏൽപ്പിക്കാണ്ട് തന്നെ പോട്ട്ലക്ക് വഴിയാണ് സദ്യ നടത്തിയത്.
പോട്ട്ലക്ക് എന്ന് പറയുമ്പോൾ പങ്കെടുക്കുന്ന ഓരോ ഫാമിലീസും അവരവരുടെ വീട്ടിൽ നിന്ന് അവരവർക്ക് പറ്റുന്ന വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. സദ്യ അടിപൊളിയായിരുന്നു. കറികൾക്കൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. പായസമൊക്കെ വേറെ ലെവല്. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഈ വീഡിയോസ് ക്ലിപ്പ് കാണുമ്പോൾ അയ്യോ കൊതിയാവും ഒന്നും കൂടി കഴിക്കാൻ. സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഞ്ജന ചേച്ചിയുടെയും ഉദയപ്രസാദിൻ്റെയും ഓരോ പാട്ടുണ്ടായിരുന്നു. സദ്യയ്ക്കും പാട്ടിനും ശേഷം വീണ്ടും ഗെയിംസ് ആയിരുന്നു. അവിടെ വന്നിരുന്ന എല്ലാ കുട്ടികളെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ പല തരത്തിലുള്ള ഗെയിംസ് അപ്പോൾ കളിച്ചു. പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങൾ വലിയ കുട്ടികളുടെ ഗെയിംസും ഉണ്ടായിരുന്നു. ഇതാണ് ബ്ലിസ് ചേച്ചി. ഓണത്തിൻ്റെ വഞ്ചിയും കൊടയും ഒക്കെ ഉണ്ടാക്കിയില്ലേ, ആ ബ്ലിസ് ചേച്ചി. ബ്ലിസ് ചേച്ചിയുടെ വക പിള്ളേർക്ക് ഫേസ് പെയിൻറ്റിങ്ങും ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ പങ്കെടുക്കാൻ വന്ന എല്ലാ ഫാമിലീസിൻ്റെയും വക ഒരു ഫാമിലി ഇൻട്രൊഡക്ഷൻ റൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വക ഒരു കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു. കപ്പിൾ ഡാൻസിൻ്റെ പ്രാക്ടീസ് സെഷൻ മൊത്തം തല്ലൂട്ടായിരുന്നു. ഞാൻ പറയണ സ്റ്റെപ്പ് അവനും പറ്റില്ല, അവൻ പറയണ സ്റ്റെപ്പ് എനിക്കും പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഒരു വിധത്തിൽ കളിച്ചു. തരക്കേടില്ലെന്നായിരുന്നു മൊത്തത്തിലുള്ളൊരു കരക്കമ്പി. ഈ രണ്ടുപേരുടെ കയ്യിൽ കയറ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ അവർ എക്സ്കേപ്പ് ആവും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു ഗെയിമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞങ്ങൾ പെട്ടുപോയി. കാരണം അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് യൂട്യൂബിൽ നോക്കി പഠിക്കേണ്ട ഒരു സംഗതി തന്നെയായിരുന്നു. ഇല്ല, ഞങ്ങളായിരുന്നില്ല അതിൻ്റെ വിന്നർ. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റിയില്ല ഗൈസ്. അടുത്തതൊരു സ്പോട്ട് തിരുവാതിരയായിരുന്നു. അവിടെയുള്ള എല്ലാ ലേഡീസിനും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഒരു പാട്ടിടുന്നു, സ്റ്റെപ്പുകളിടുന്നു, കളിക്കുന്നു. പിന്നെ തിരുവാതിരയുടെ സ്റ്റെപ്പുകൾ നമുക്കെല്ലാവർക്കും അറിയണോണ്ട് പിന്നെ അതത്ര പ്രശ്നമായി തോന്നിയില്ല. ബെസ്റ്റ് ഓണം കോസ്റ്റ്യൂമിന് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മെൻസ് സെക്ഷനിൽ നിന്നും വിമൻസ് സെക്ഷനിൽ നിന്നും കിഡ്സ് സെക്ഷനിൽ നിന്നും ഓരോരുത്തരെ സെലക്ട് ചെയ്ത് അവർക്ക് ഗിഫ്റ്റ്സ് കൊടുത്തു. പിന്നെ ഡാൻസ് ഒക്കെ കളിച്ച എല്ലാ കുട്ടികൾക്കും അവർ ഗിഫ്റ്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. പരിപാടിയുടെ അവസാനം വോട്ട് ഓഫ് താങ്ക്സ് ഉദയാണ് പറഞ്ഞത്. അതിനുശേഷം ദേശീയ ഗാനം കൂടി ആലപിച്ചിട്ട് പരിപാടി അവസാനിപ്പിച്ചു. അങ്ങനെ അറൗണ്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് ഹാളെല്ലാം വൃത്തിയാക്കി മലയാളി അസോസിയേഷൻ ഓഫ് റോക്ക്ലാൻഡ് പരിപാടി അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. കപ്പിൾ ഡാൻസിനും ഒരു ഗെയിമിന് ജയിച്ചതിനും ഞങ്ങൾക്ക് ഗിഫ്റ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ്. മേക്കപ്പ് ഇടാതെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഈ കാണുന്നത്. ബ്ലഷ് ആൻഡ് ഗ്ലോ കിറ്റ്. അത് 2 ഷെയ്ഡ്സാണ്, പിങ്കും പിന്നെ ഒരു ഗോൾഡൻ കളറും ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പെർഫ്യൂം ആയിരുന്നു. ആ പെർഫ്യൂമിന് നല്ല മണം ഉണ്ടായിരുന്നു. ഒരു വാനില ഫ്ലേവറൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി പെർഫ്യൂമാണ് കിട്ടിയത്. പിന്നെ നല്ലൊരു മണമുള്ള ഒരു ഹാൻഡ് വാഷും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.